ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ദ വീഡിയോ. സോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും കമന്റ് ബോക്സിലൊക്കെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പോക്കോ F7 IQ Neo 10 ആയിട്ടുള്ള കമ്പാരിസൺ വീഡിയോ ചെയ്യാവുന്നു. സോ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പോക്കോ F7 IQ Neo 10 തമ്മിലുള്ള കമ്പാരിസൺ വീഡിയോ ആണ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. സൈഡ് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഉള്ളൊക്കെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. സോ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനലിൽ നമ്മൾ കമ്പാരിസൺ വീഡിയോ ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ എങ്ങനെ ഇരിക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ശ്രമിച്ചു നോക്കാം. കമ്പാരിസൺ വീഡിയോ ഫസ്റ്റ് വീഡിയോ ഉണ്ട്, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ചിലപ്പം ബോറാവാനൊക്കെ സാധ്യതയുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. സോ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഞാനൊരു പോൾ ഇട്ടേക്കാം, ഏത് സ്മാർട്ട് ഫോണാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ളത് വോട്ട് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ ഒന്ന് ബോറടിപ്പിക്കാൻ നമുക്ക് നേരെ വീഡിയോയിലോട്ട്. ആദ്യം തന്നെ നമ്മൾ സാധാരണ തുടങ്ങുമ്പോൾ ഡിസ്പ്ലേ നിന്ന് തുടങ്ങാം. സോ നമ്മുടെ പോക്കോ F7 ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.83 ഇഞ്ചസിൻ്റെ 1.5K AMOLED ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ നമ്മുടെ IQ Neo 10 വരുമ്പോൾ അവിടെ 6.78 ഇഞ്ചസിൻ്റെ 1.5K AMOLED ഫ്ലാറ്റ് ഡിസ്പ്ലേ വരുന്നത്. സോ ഡിസ്പ്ലേ വൈസ് നോക്കുമ്പോൾ ഇച്ചിരി കൂടെ വലുത് നമ്മുടെ പോക്കോ F7 ആണ്. പിന്നെ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് നമ്മുടെ പോക്കോ F7 വരുന്നത്. IQ Neo 10 വരുമ്പോൾ 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ്. റിഫ്രഷ് റേറ്റ് നമ്മുടെ IQ Neo 10 കൂടുതലെങ്കിലും നമ്മുടെ പോക്കോ F7 ആണ് ഇച്ചിരി കൂടെ സ്മൂത്ത്നെസ് വരുന്നത്. എന്തുകൊണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ രണ്ടിൻ്റെയും കൂടെ ഡിസ്പ്ലേ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടെ വൈഡർ ഡിസ്പ്ലേ നമ്മുടെ പോക്കോ F7 വരുന്നത്. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഐഫോണിൻ്റെ ഒക്കെ ഒരു സിമിലാരിറ്റി തോന്നും. രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബസ്സിൽ കുറച്ചും കൂടെ ലെസ് ആയിട്ട് തോന്നുന്നു നമ്മുടെ പോക്കോ F7 സോ രണ്ട് ഫോണും കൂടെ അടുത്ത് വെച്ചിട്ട് ശ്രദ്ധിച്ച് നോക്കിയാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നും തോന്നില്ല. 3200 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് നമ്മുടെ പോക്കോ F7 വരുന്നത്. IQ Neo 10 വരുമ്പോൾ 5500 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. അപ്പോൾ സ്പെക്ക് വെച്ച് നോക്കുമ്പോൾ IQയിലാണ് കുറച്ചും കൂടെ കൂടുതൽ ബ്രൈറ്റ്നസ് വരുന്നത്. പക്ഷേ രണ്ടും ഒരുപോലെയൊക്കെ തന്നെയാണ് തോന്നുന്നത്. കണ്ടു കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് മനസ്സിലാവുകയൊന്നുമില്ല ഇത്ര കൂടുതൽ IQയിലാണെന്നൊക്കെ ഉള്ളത്. പിന്നെ 3840 ഹെർട്സിൻ്റെ PWM ഡിമ്മിങ് ആണ് പോക്കോ F7 വരുന്നത്. നമ്മുടെ IQ Neo 10 വരുമ്പോൾ 4320 ഹെർട്സിൻ്റെ PWM ഡിമ്മിങ് ആണ്. സോ ഇതൊക്കെയാണ് ഡിസ്പ്ലേ സെക്ഷനിൽ പറയാനുള്ളത്. വലിയ വ്യത്യാസമൊന്നും രണ്ടും തമ്മിൽ ഡിസ്പ്ലേയിൽ വരുന്നില്ല. പിന്നെ സ്പെക്ക് വൈസ് നോക്കുമ്പോൾ നമ്മുടെ IQന് കുറച്ചും കൂടെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ഈ പറയുമ്പോൾ ബ്രൈറ്റ്നസ് കുറച്ചും കൂടെ കൂടുതലാണ്. 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ പ്രോസസ്സറിലേക്ക് വരുമ്പോൾ നമ്മുടെ പോക്കോ F7 സ്നാപ്ഡ്രാഗൻ്റെ 8S Gen 4 ആണ് വരുന്നത്. നമ്മുടെ IQ Neo 10 സ്നാപ്ഡ്രാഗൻ്റെ 8S Gen 4 ആണ് വരുന്നത്. പക്ഷേ IQയിൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ചിപ്പ് Q1 എന്നുള്ളൊരു ചിപ്പും കൂടെ കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ പെർഫോമൻസ് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പോക്കോ F7 നിങ്ങൾക്ക് BGMI 90 FPS വരെയൊക്കെ കിട്ടും. നമ്മുടെ IQ Neo 10 BGMI 120 FPS വരെയൊക്കെ കിട്ടും. പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ രണ്ടും ഒരുപോലെയൊക്കെ തന്നെയാണ്. സോ ഇതാണ് നമ്മുടെ പോക്കോ F7ൻ്റെയും IQ Neo 10ൻ്റെയും AnTuTu സ്കോർ. സോ നമ്മുടെ പോക്കോ F7 ആണ് അല്പം കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു AnTuTu സ്കോർ നൽകിയിരിക്കുന്നത്. സോ ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ നമ്മുടെ പോക്കോ F7 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. OISൻ്റെ ഒക്കെ സപ്പോർട്ട് ഉണ്ട്, പ്ലസ് ഒരു 8 മെഗാ പിക്സലിൻ്റെ ക്യാമറയും. നമ്മുടെ IQ Neo 10 സെയിം അറേഞ്ച്മെൻ്റ് ആണ്. 50 മെഗാ പിക്സലിൻ്റെ OIS സപ്പോർട്ടുള്ള ക്യാമറ, പിന്നെ 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡും. രണ്ടിലും സോണിയുടെ IMX882 എന്ന് പറയുന്ന സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. സെൽഫി ക്യാമറയിലേക്ക് വരുമ്പോൾ പോക്കോ F7 20 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. നമ്മുടെ IQ Neo 10 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് കിട്ടുന്നത്. രണ്ടിലും 4K വീഡിയോസ് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ IQയിൽ സെൽഫി ക്യാമറയിൽ നിന്ന് 4K വീഡിയോസ് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ കുറച്ചും കൂടെ ഒരു ബെറ്റർ വീഡിയോ ക്വാളിറ്റിയും ക്യാമറ ക്വാളിറ്റിയും കിട്ടുന്നത് നമ്മുടെ IQ Neo 10 അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ക്യാമറ സെക്ഷനിൽ പറയാനുള്ളത്. സോ ക്യാമറ സെക്ഷനിൽ നോക്കുമ്പോൾ IQ Neo 10 കുറച്ചും കൂടെ ബെറ്റർ ഇതായിട്ട് വരുന്നത്. സോ ക്യാമറ നോക്കുകയാണെങ്കിൽ പോക്കോ F7 കാട്ടി നല്ലത് IQ Neo 10 ആയിരിക്കും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ നമ്മുടെ പോക്കോ F7 7550 mAhൻ്റെ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ IQ Neo 10 7000 mAhൻ്റെ ബാറ്ററിയാണ് വരുന്നത്. പിന്നെ പോക്കോ F7 90 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. നമ്മുടെ IQ Neo 10 120 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. സ്പെക്ക് വൈസ് നോക്കുമ്പോൾ നമ്മുടെ പോക്കോ F7 ബാറ്ററി കൂടുതലെങ്കിലും അവർ IQ വൃത്തിയായിട്ട് തന്നെ ആ ഒരു ബാറ്ററി ഒപ്റ്റിമൈസേഷൻ ചെയ്തിട്ടുണ്ട്. രണ്ടിലും ഒരുപോലെയൊക്കെ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് പോക്കോ F7 കുറേ കൂടെ കിടിലൻ ബാറ്ററി കപ്പാസിറ്റി എന്നൊന്നും പറയാനില്ല. രണ്ടും ഒരുപോലെയൊക്കെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു IQ ആണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമ്മുടെ ഈ ഒരു ബാറ്ററി ഒപ്റ്റിമൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഫാസ്റ്റ് ചാർജിങ് വരുമ്പോൾ IQയിലാണ് 120 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്നത്. പിന്നെ ഔട്ട് ഓഫ് ദി ബോക്സ് Android 15 രണ്ടുപേരും വരുന്നത്. പോക്കോ F7 HyperOS-ഉം പിന്നെ നമ്മുടെ IQ Neo 10 FunTouch OS-ലുമാണ് വരുന്നത്. അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. സോ നമ്മുടെ പോക്കോ F7 IP66, 68, 69 സർട്ടിഫിക്കേഷനൊക്കെ കിട്ടുന്നുണ്ട്. നമ്മുടെ IQ Neo 10 IP65 വരുന്നുള്ളൂ. സോ IP റേറ്റിംഗിൽ നോക്കുമ്പോൾ പോക്കോ F7 ആണ് കുറച്ചും കൂടെ ബെറ്റർ. പിന്നെ രണ്ടിലും നമ്മുടെ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരുന്നത്. നമ്മുടെ IQ കുറച്ചും കൂടെ വൃത്തിയായിട്ട് അതൊന്ന് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞ് പോക്കോ ബോറാണെന്നല്ല പറയണത്. നമ്മുടെ IQ കുറച്ചും കൂടെ ഒരു ബെറ്റർ സ്പീക്കറിൻ്റെ കാര്യത്തിൽ വരുന്നത് നമ്മുടെ IQ ആണ്. പിന്നെ പോക്കോ F7 Bluetooth 6.0 ആണ് വരുന്നത്. നമ്മുടെ IQ Neo 10 Bluetooth 5.4 കിട്ടുന്നുള്ളൂ. സോ കുറച്ചും കൂടെ ബെറ്റർ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആണ് നമ്മുടെ പോക്കോ F7 ആയിരിക്കും. പിന്നെ ബിൽറ്റിലേക്ക് വരുമ്പോൾ അലൂമിനിയം ഫ്രെയിമാണ് പോക്കോ F7 കൊടുത്തിരിക്കുന്നത്. പിന്നെ ഗ്ലാസ് ബാക്കാണ് വരുന്നത്. പക്ഷേ IQ Neo 10
പോളികാർബണേറ്റ് ആണ് ഫ്രെയിമും ബാക്കും എല്ലാം. കുറച്ചും കൂടെ ഒരു ബെറ്റർ ബിൽറ്റ് ക്വാളിറ്റി വരുന്നത് നമ്മുടെ പോക്കോ F7ലാണ് ഐക്യൂവിനെ കാട്ടി. എനിക്കും കാണാൻ കുറച്ച് ലുക്ക് തോന്നിയത് നമ്മുടെ പോക്കോ F7 ആണ്, പ്രത്യേകിച്ച് നമ്മുടെ ആ ഒരു സൈബർ സിൽവർ എഡിഷൻ. എല്ലാവരും എടുക്കാൻ നോക്കുകയാണെങ്കിൽ അത് തന്നെ എടുക്കാൻ നോക്കണം കേട്ടോ. നിങ്ങൾക്കും പോക്കോയുടെ ഒരു സൈബർ സിൽവർ എഡിഷനാണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ പോക്കോ F7 7.98 മില്ലിമീറ്ററിൻ്റെ തിക്നെസ് ആണ് വരുന്നത്, 222 ഗ്രാമാണ്. ഐക്യു നിയോ 10ലേക്ക് വരുമ്പോൾ 8.09 മില്ലിമീറ്ററിൻ്റെ തിക്നെസ് ആണ്, 206 ഗ്രാമാണ് വരുന്നത്. സോ കുറച്ചുകൂടെ വെയിറ്റ് കുറവ് നമ്മുടെ ഐക്യു നിയോ 10ലാണ് വരുന്നത്. ബാക്കി സ്പെസിഫിക്കേഷൻ പറയുമ്പോൾ രണ്ടിലും NFC തന്നെ വരുന്നുണ്ട്. പിന്നെ IR ബ്ലാസ്റ്റർ ആണ്, അതായത് റിമോട്ടായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറൊക്കെയാണ് വരുന്നത്. പിന്നെ രണ്ടിലും 3.5mm ഓഡിയോ ജാക്ക് കിട്ടുന്നില്ല. അതിപ്പോൾ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ എല്ലാവരും അങ്ങനെ തന്നെ, അതിനെ പറ്റി വലുതായിട്ട് പറയാനില്ല. അതിപ്പോൾ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ അങ്ങനെ മിക്ക സ്മാർട്ട് ഫോൺസിനും 3.5mm ഓഡിയോ ജാക്ക് കിട്ടുന്നില്ല. പിന്നെ പോക്കോ F7 ഡോൾബി വിഷൻ്റെ സപ്പോർട്ടുണ്ട്, നമ്മുടെ ഐക്യൂവിൽ ആ ഒരു സാധനം വരുന്നില്ല. പിന്നെ രണ്ടുപേർക്കും LPDDR5Xും UFS 4.1ഉം കിട്ടുന്നുണ്ട്. ഐക്യൂവിൻ്റെ കാര്യത്തിൽ 256GB ROM വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പറയുന്ന LPDDR5Xും UFS 4.1ഉം കിട്ടും. 128GB ആണെങ്കിൽ UFS 3.1 കിട്ടുള്ളൂ. പിന്നെ ഹീറ്റിങ്ങിലേക്ക് വരുമ്പോൾ പോക്കോയാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഹീറ്റ് ആവുന്നത് ഐക്യൂവിനെ കാട്ടി. പിന്നെ അത്യാവശ്യം രണ്ടുപേരിലും ബ്ലോട്ട് വേസ് ഒക്കെ കിട്ടുന്നുണ്ട്, അണ്ണന്മാർ അതിലൊന്നും വിട്ടുവെച്ച് ചെയ്തിട്ടില്ല. സോ പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ പോക്കോ F7ൻ്റെ 256GB ROM വേരിയൻറ്റ് 31,999 ആണ് വരുന്നത്. പക്ഷേ നമ്മുടെ ഐക്യൂവിലേക്ക് വരുമ്പോൾ അതിൻ്റെ ബേസ് വേരിയൻ്റ് 128 31,999 ആണ് വരുന്നത്. പക്ഷേ അവിടെ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ UFS 3.1 ആണ് കിട്ടുന്നത്. സോ ഒരു 256GB ROM വേരിയൻറ്റിലേക്ക് വരുമ്പോൾ 34,999 ആണ് വരുന്നത്. സോ നമ്മൾ രണ്ടും കൂടെ സെയിം ആ ഒരു LPDDR5Xും UFS 4.1 സെയിം ആയിട്ട് എടുക്കുമ്പോൾ എന്നിട്ട് അതിൻ്റെ ഒരു പ്രൈസ് നോക്കുകയാണെങ്കിൽ പോക്കോ 32,000 രൂപയ്ക്കാണ് വരുന്നത്, നമ്മുടെ ഐക്യു 35,000 വരുന്നത്. അപ്പോൾ കുറച്ചും കൂടെ പ്രൈസ് കുറവ് നമ്മുടെ പോക്കോയിലാണ്. സോ ഒരു എല്ലാം കൂടെ ഒരു റീക്യാപ്പായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ബിൽറ്റ് ക്വാളിറ്റിയിലേക്ക് വരുമ്പോൾ ഒരു പ്രീമിയം ക്വാളിറ്റി ലുക്കൊക്കെ വെച്ച് വരുന്നത് നമ്മുടെ പോക്കോ F7 ആണ്. ഐക്യു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് ബാക്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ IP65 കിട്ടുന്നുള്ളൂ. നമ്മുടെ പോക്കോ F7ൽ 66, 68, 69 സർട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോക്കോ F7 എങ്ങനത്തെ ആൾക്കാർക്കാണ് ആവശ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു നല്ല ഡിസ്പ്ലേ, ഒരു കിടിലൻ പെർഫോമൻസ്, ഒരു നല്ല ബാറ്ററി കപ്പാസിറ്റി ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോക്കോ F7 പരിഗണിക്കാവുന്നതാണ്. ക്യാമറയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോക്കോ F7 പരിഗണിക്കാവുന്നതാണ്. പിന്നെ ഐക്യു നിയോ 10 എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു കിടിലൻ ഡിസ്പ്ലേ, കിടിലൻ പെർഫോമൻസ്, അത്യാവശ്യം ഒരു നല്ല ബാറ്ററി കപ്പാസിറ്റി വിത്ത് ഒരു ക്യാമറ ക്വാളിറ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഐക്യു നിയോ 10 ആയിരിക്കും ബെറ്റർ. പിന്നെ ഫാസ്റ്റ് ചാർജിങ്ങും ഐക്യുവിലാണ് വരുന്നത്. പോക്കോ F7 90 വാട്ട്സ് ആണ് വരുന്നത്. ഇവിടെ ഐക്യുവിലേക്ക് വരുമ്പോൾ 120 വാട്ട്സിൻ്റെ ചാർജിങ് കിട്ടുന്നുണ്ട്, ഫ്ലാഷ് ചാർജിങ്. സോ കുറച്ചും കൂടെ ഫാസ്റ്റ് ചാർജിങ്ങും നമ്മുടെ ഐക്യു നിയോ 10ലാണ് വരുന്നത്. പക്ഷേ പ്രൈസും അതുപോലെ തന്നെ കൂട്ടിയിട്ടുണ്ട്, 35,000 ആണ് വരുന്നത്. പക്ഷേ പോക്കോ F7 32,000 ആണ് വരുന്നത്. അപ്പോൾ പ്രൈസ് വൈസ് നോക്കുമ്പോൾ പോക്കോയാണ് ബെറ്റർ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ക്യാമറയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോക്കോ F7 പരിഗണിക്കാവുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ച് 32,000 വരുന്നുള്ളൂ. പക്ഷേ ഐക്യു ഈ പറയും പോലെ ഫാസ്റ്റ് ചാർജിങ് എക്സ്ട്രാ കിട്ടുന്നുണ്ട്, അത്യാവശ്യം ഒരു നല്ല ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും കിട്ടുന്നുണ്ട്. 35,000 റുപ്പീസിനാണ് വരുന്നത്. സോ നിങ്ങളുടെ യൂസിന് പെർഫെക്റ്റ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ തിരഞ്ഞെടുക്കുക. സോ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബെറ്റർ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ ഏതാണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ വോട്ട് ചെയ്യാനും മറക്കരുത്. സോ അത്രേ ഉള്ളൂ, ഇതാണ് ഇതിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ. ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, സൈഡ് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളൊക്കെ ഇടുക. അപ്പോൾ ഇതുപോലെ മറ്റു വീഡിയോയിൽ കാണും വരെ ബൈ.